കേരളത്തിലെ ആരോഗ്യരംഗം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് യാത്ര തിരിക്കുക. ഒരാഴ്ച നീളുന്ന യാത്രയിൽ കുടുംബവും ഉണ്ടാകും. വിനീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ആരോഗ്യരംഗം തലകുനിക്കുകയാണ്, ലജ്ജിക്കുകയാണ് കേരളത്തിൽ. അപ്പോഴാണ് അമേരിക്കയിൽ ചികിത്സ തേടി മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് പുറപ്പെടുന്നത്. സാധാരണക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ആരോഗ്യമേഖല. പക്ഷേ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ചികിത്സിക്കണമെങ്കിൽ അങ്ങ് അമേരിക്കയിലേക്ക് പോകാം, വിദേശത്ത് പോയി ചികിത്സ തേടാം. സാധാരണക്കാരന്റെ അവസ്ഥ ഇനിയും പരിതാപകരമായി തുടരുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളമെന്ന് കൊട്ടിഘോഷിക്കുന്ന സർക്കാർ, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ വിദേശത്തേക്ക് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി പോകുന്നത്. 2 ആഴ്ചത്തേക്കാണ് അദ്ദേഹം വിദേശ ചികിത്സയ്ക്കായി പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധനവകുപ്പിൽ നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്കാണ് അദ്ദേഹം പോകുന്നത്. എന്തായിരുന്നാലും വിദേശത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. കേരളത്തിൽ ആരോഗ്യരംഗത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ, കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ഇത്തരത്തിൽ ചികിത്സയ്ക്കായി പോകുന്നത് എന്നത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ജനങ്ങളെല്ലാവരും, വലിയ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ അങ്ങറ്റം വരെയുള്ള മെഡിക്കൽ കോളേജ് അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു ചികിത്സ തേടിയുള്ള അമേരിക്കയിലുള്ള യാത്രയ്ക്ക് ഈ ഒരു ഘട്ടത്തിൽ പോകുമ്പോൾ വിമർശനങ്ങൾ ഉയരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുഖ്യമന്ത്രി പോകും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദുബായ് വഴിയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോകുന്നത്. കുടുംബം അടക്കമുള്ളവർ കൂട്ടത്തുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധനവകുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധനവകുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇനി മുഖ്യമന്ത്രി വൈകുന്നേരത്തോടു കൂടി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി യാത്ര തുടരും. എന്തായിരുന്നാലും വലിയ വിമർശനങ്ങൾ ആരോഗ്യ മന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തകർന്നടിഞ്ഞിരിക്കുന്ന സാഹചര്യം എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ സംഘടനകൾ വലിയ തോതിൽ പുറത്ത് എത്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അമേരിക്കയിലുള്ള ചികിത്സയ്ക്കായുള്ള പോക്ക് എന്ന് പറയുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അനിഷ്ട സംഭവം, സമാനമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അവിടെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്കാനിങ്ങിനോ രക്തപരിശോധനയ്ക്കോ ഒപ്പം തന്നെ മെഡിസിനോ ഗുളികകളോ ലഭിക്കാത്ത സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. വലിയ രീതിയിലുള്ള ആരോഗ്യ മേഖല തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്കായി പോകുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ആരോഗ്യ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ കൊട്ടിഘോഷിക്കുന്നത് ഇത്തരത്തിലാണ്. രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ നമ്പർ 1 കേരളം എന്ന് കൊട്ടിഘോഷിക്കുന്ന സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സിക്കാതെ വിദഗ്ധ ചികിത്സയ്ക്കായി കേരളം വിട്ട്, അല്ലെങ്കിൽ രാജ്യം വിട്ട് തന്നെ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയിലേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിലവിലെ ഒരു സാഹചര്യം നമുക്കറിയാം. വലിയ രീതിയിൽ ആരോഗ്യരംഗം പരാജയപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ വകുപ്പ് മന്ത്രി പൂർണ്ണ പരാജയമെന്ന് CPM-നുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം, അമേരിക്കയിൽ ചികിത്സയ്ക്കായുള്ള സന്ദർശനം എന്നതും ശ്രദ്ധേയമാവുകയാണ്. വിനീഷ്, നമുക്കറിയാം സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തന്നെ തകർന്നു വീണ ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ബിന്ദുവിന്റെ ചിത എരിഞ്ഞടങ്ങിയിട്ടില്ല. അപ്പോഴേക്കും മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് അമേരിക്കയിലേക്ക്, അതും ചികിത്സയ്ക്കായാണ് പുറപ്പെടുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സാധാരണക്കാരൻ കണ്ണീരിലാണ്ട് കിടക്കുമ്പോൾ മറുഭാഗത്ത് മന്ത്രിമാർ അത് ആഘോഷിക്കുന്ന പ്രവണത തന്നെയാണ് കാണുന്നത്. കാരണം ഇന്നലെ ആ കോട്ടയം പരിസരത്തുണ്ടായിരുന്നിട്ട് ആ ദുരന്ത സ്ഥലത്തേക്ക് ഒന്ന് എത്തി നോക്കി പെട്ടെന്ന് മടങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. രോഗികളെ ഒന്ന് കാണുകയോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വിലയിരുത്തലോ നടത്താതെ എത്രമാത്രം അവഗണനാത്മകമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി അവിടെ പെരുമാറിയത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാണ്. പക്ഷേ ഇന്ന് അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു പശ്ചാത്താപവുമില്ല. ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോവുകയാണ്. സകുടുംബമാണ് പോകുന്നത് എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് വിദഗ്ധ ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കുക എന്നതിനപ്പുറം സംസ്ഥാനത്തെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധത എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. പ്രധാനമായും നമുക്കറിയാം ആരോഗ്യ മേഖല തകർന്നടിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് എന്ന ആക്ഷേപം തൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ തൻ്റെ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രങ്ങൾ, കേരളത്തിലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജ് അടക്കമുള്ള സംവിധാനങ്ങൾ, ജനറൽ ആശുപത്രി അടക്കമുള്ള സംവിധാനങ്ങൾ, ഇവിടെയെല്ലാം തന്നെ ചികിത്സയ്ക്കായി അടിസ്ഥാന സൗകര്യം പോലും കൃത്യമായി സംസ്ഥാനത്ത് നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നത്. അതിനെതിരെയാണ് ആക്ഷേപങ്ങൾ ഉയരുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ തന്നെയാണ്. പല ഘട്ടങ്ങളിലായി ഈ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും താൽക്കാലികത്തേക്കുള്ള നടപടി എന്ന തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. വീണ്ടും ആരോഗ്യ മേഖല കുത്തടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വിമർശനങ്ങൾ തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന പ്രധാന ആക്ഷേപം ഇത്തരത്തിലായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അടക്കമുള്ള സർജറിക്കായുള്ള ഉപകരണങ്ങളില്ല, ഒപ്പം തന്നെ സ്കാനിങ്ങിനുള്ള സംവിധാനങ്ങളില്ല, രക്തപരിശോധനയ്ക്ക് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംവിധാനങ്ങളില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ തന്നെ ഇതിനെതിരെ പരാമർശവുമായി തൻ്റെ ഫേസ്ബുക്കിലൂടെ ജനങ്ങളെ അറിയിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ബാധിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വിദേശ യാത്രയിലൂടെ തൻ്റെ സുഖചികിത്സയ്ക്കായി പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ തന്നെ ആരോഗ്യവകുപ്പിന് വിലയിരുത്തിയ ഫണ്ടുകളിൽ പകുതി തുക പോലും ഇപ്പോഴും ചിലവഴിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. അത് ജനൻ TV അടക്കം വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ആരോഗ്യവകുപ്പിനെതിരെ ഉയരുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി വിദേശ ചികിത്സയ്ക്കായി ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരിക്കുന്നു. അമേരിക്കയിലേക്കാണ് വിദേശ ചികിത്സയ്ക്കായി അദ്ദേഹം പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒപ്പമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി വിനീഷ്, എന്തായാലും മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നടിഞ്ഞു നിൽക്കുമ്പോൾ, ഒരു ജീവൻ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുന്ന അദ്ദേഹത്തോടൊപ്പം കുടുംബവും ഉണ്ട് എന്നുള്ളതാണ്. വി വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.